ഇന്ത്യയിൽ നിന്ന് ഹോട്ട്ചന്ദ് ബൗനാനി എന്ന ഒരു സിന്ധി വസ്ത്രവ്യാപാരി വിയറ്റ്നാമിലെത്തി. അയാൾ സൈഗോണിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഒരു കൃഷിക്കാരന്റെ മകൾ. അവൾ സുന്ദരിയായിരുന്നു. പേര് സിമോൺ. അവർ പരിചയപ്പെട്ടു. ആ പരിചയം അടുപ്പമായി. അടുപ്പം ക്രമേണ പ്രേമമായി മാറി. പ്രേമം കടുത്തപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു. ആ താമസത്തിനിടയിൽ 1944 ഏപ്രിൽ 6-ാം തീയതി അവർക്കൊരു കുട്ടിയുണ്ടായി, ഒരാൺകുഞ്ഞ്. അവന് അവർ ശോഭരാജ് എന്ന് പേരിട്ടു. എന്നാൽ അധികം താമസിയാതെ അവന്റെ അച്ഛൻ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പോയി കളഞ്ഞു. എന്ന് തന്നെയല്ല, പൂനെയിൽ അയാളൊരുവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അതറിഞ്ഞ ശോഭരാജിന്റെ അമ്മ മറ്റൊരു ചെറുപ്പക്കാരനുമായി കൂട്ടുകൂടി. അയാൾ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു ലഫ്റ്റനന്റ് ആയിരുന്നു. ഇന്തോനേഷ്യയിൽ തമ്പടിച്ചിരുന്നവൻ. അയാൾക്ക് അവരുടെ ആദ്യ പുത്രനോട് വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. എന്ന് തന്നെയല്ല, 2-ാം ലോക മഹായുദ്ധകാലമായതിനാൽ ഫ്രാൻസിലും ഇന്തോനേഷ്യയിലുമായി നടക്കുന്നതിനിടെ ശോഭരാജിനെ കൂടെ കൊണ്ടുപോകാൻ പലപ്പോഴും അയാൾക്ക് കഴിയാതെയും വന്നു. അങ്ങനെ ഏകാന്തത കൂട്ടായപ്പോൾ ഒറ്റയ്ക്ക് കഴിയാൻ വിധിക്കപ്പെട്ട ശോഭരാജ് കൗമാരത്തിൽ തന്നെ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങി. ആദ്യമായി ശോഭരാജ് പോലീസിന്റെ പിടിയിലാവുന്നത് 1963-ലാണ്. ഗ്രാസിൽ വെച്ച് ഒരു കാർ മോഷ്ടിച്ചതിന് പോലീസ് പിടിയിലായി ശോഭരാജിന് പാരീസിനടുത്തുള്ള പോയ്സി ജയിലിൽ കഴിയേണ്ടി വന്നു. എന്നാൽ ജയിൽ അധികൃതരെ സ്വാധീനിച്ച ശോഭരാജ് പല ആനുകൂല്യങ്ങളും അനർഹമായി ജയിലിനുള്ളിൽ നേടിയെടുത്തു. ഇതിലൊക്കെ ഉപരിയായി വളരെ ധനികയായ ഫെലിക്സ് ഡി എസ്കോഗ് എന്ന യുവാവുമായി സൗഹൃദത്തിലാവാൻ കഴിഞ്ഞുവന്നതായിരുന്നു രാജിനുണ്ടായ വലിയ നേട്ടം. പരോളിലിറങ്ങിയ ശോഭരാജ് ഫെലിക്സുമൊത്ത് പാരീസിലെ ഉന്നത വൃത്തങ്ങളിലും അധോലോകത്തിലും ഒരുപോലെ വിഹരിച്ചു. കൊള്ളയിലൂടെയും ചതിയിലൂടെയും അയാൾ പണം വാരിക്കൂട്ടി. ഈ കാലത്ത് അയാൾ പരിചയപ്പെട്ട പാരീസുകാരിയായ ചന്ദൽ കോമ്പാങ് എന്ന ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലെ യുവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയ ശോഭരാജ് അവളുടെ അച്ഛന്റെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കാൻ നിശ്ചയിച്ചു. എന്നാൽ മോഷ്ടിച്ച ഒരു കാറുമായി കടന്നു കളഞ്ഞതിന് അന്ന് തന്നെ അയാൾ അറസ്റ്റിലായി. 8 മാസത്തേക്ക് അയാൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു. ഈ കാലയളവിൽ അത്രയും ചന്ദൽ ശോഭരാജിന് ആത്മധൈര്യം പകർന്നുകൊണ്ട് പുറത്തു തന്നു. എന്ന് തന്നെയല്ല, ജയിൽ മോചിതനായതോടെ അവൾ അയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അധികം താമസിയാതെ വീണ്ടും ഒരു അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായി ഗർഭിണിയായ ഭാര്യയുമൊത്ത് ശോഭരാജ് ഫ്രാൻസിൽ നിന്ന് ഏഷ്യയിലേക്ക് കടന്നു. കിഴക്കൻ യൂറോപ്പിലൂടെ കൃത്രിമ രേഖകൾ ഉപയോഗിച്ച് നടത്തിയ ഈ യാത്രയിലുടനീളം ടൂറിസ്റ്റുകളെ കൊള്ളയടിച്ച് തന്റെ സമ്പാദ്യം വലുതാക്കാൻ അയാൾ ശ്രമിച്ചു. 1970 മുംബൈയിലെത്തിയ ശോഭരാജ് കുടുംബത്തിൽ ഒരു പുതിയ അതിഥിയെത്തി. ചന്ദലിന് ഒരു പെൺകുഞ്ഞ് പിറന്നു. അവൾക്ക് അവർ ആശ എന്ന് പേരിട്ടു. അപ്പോഴും തന്റെ കൊള്ള തുടർന്നുകൊണ്ടിരുന്ന രാജ് കാർ മോഷണത്തിലും കള്ളക്കടത്തിലും സജീവമായി. 1970 ഡൽഹിയിലെ അശോക ഹോട്ടലിലെ ഒരു സ്വർണ്ണക്കടയിലെ വിഫലമായ കൊള്ളയ്ക്കിടെ ശോഭരാജ് പോലീസിന്റെ പിടിയിലായി. എങ്കിലും ചന്ദലിന് അസുഖമാണെന്ന നാട്യേന അവിടുന്ന് അയാൾക്ക് രക്ഷപ്പെടാനായി. അധിക ദിവസങ്ങൾക്കകം വീണ്ടും പിടികൂടപ്പെട്ട ശോഭരാജ് തന്റെ പിതാവിനോട് പണം കടം വാങ്ങി ജാമ്യം നൽകി കാബൂളിലേക്ക് കടന്നു. കാബൂളിലെത്തിയ ആ കുടുംബം ടൂറിസ്റ്റുകളെ കൊള്ളയടിക്കുന്നത് നിർബാധം തുടർന്നു. അതിനാൽ വീണ്ടും പോലീസ് പിടിയിലായി. അസുഖം നടിച്ച ശോഭരാജ് ആശുപത്രി കാവൽക്കാരനെ മയക്കി രക്ഷപ്പെട്ടു. തുടർന്ന് കുടുംബത്തെ ഉപേക്ഷിച്ച് അയാൾ ഇറാനിലേക്ക് രക്ഷപ്പെട്ടു. ശോഭരാജിനോട് പ്രതിപത്തി ഉണ്ടായിരുന്ന ചന്ദൽ അയാൾക്ക് മനപരിവർത്തനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. സുന്ദരമായ നടക്കാത്തൊരു സ്വപ്നമെന്നറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവൾ ഫ്രാൻസിലേക്ക് പോയി. ഇനി ഒരിക്കലും അയാളെ കാണാൻ ഇടയാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള 2 വർഷക്കാലം ശോഭരാജ് പാസ്പോർട്ട് മോഷണത്തിലാണ് ഏർപ്പെട്ടത്. കിഴക്കൻ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലുമായി അയാൾ 10ഓളം പാസ്പോർട്ടുകൾ മോഷ്ടിച്ചു. അപ്പോഴേക്ക് അയാൾക്ക് സഹായിയായി ഇസ്താംബൂളിൽ നിന്ന് സഹോദരൻ ആൻഡ്രിയും എത്തിയിരുന്നു. കുറ്റകൃത്യങ്ങളിൽ അവർ സജീവ പങ്കാളികളായി മാറി. അവരുടെ പ്രവർത്തന മേഖല ടർക്കി, ഗ്രീസ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. എന്നാൽ ഇരുവരെയും
ആഥൻസിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്കിലും ശോഭരാജ് വിദഗ്ധമായി രക്ഷപ്പെട്ടു. ടർക്കി പോലീസ് ആൻഡ്രിയെ ഗ്രീക്ക് അധികാരികൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതോടെ അയാൾക്ക് 18 വർഷത്തെ തടവ് ലഭിച്ചു. അതോടെ ശോഭരാജ് തന്റെ പ്രവർത്തന ശൈലി മാറ്റി. ഒരു രത്ന വ്യാപാരിയായി നടിച്ച് അയാൾ ടൂറിസ്റ്റുകളെ വശീകരിക്കാൻ തുടങ്ങി. തായ്ലൻഡിൽ വെച്ച് വീരകൃത്യങ്ങൾ ചെയ്യുന്നതിൽ തൽപരയായ ഒരു വേളയെ ശോഭരാജ് കണ്ടുമുട്ടി. ക്യൂബക്കിലെ ലെവിലിൽ നിന്നുമെത്തിയ മേരി ആൻഡ്രി ലെക്ലർക്ക് എന്നൊരു ടൂറിസ്റ്റ് ആയിരുന്നു അവൾ. ശോഭരാജിന്റെ വാചാലതയും പ്രവർത്തന ശൈലിയും ഹഠാത് ആകർഷിച്ചതിനാൽ അവൾ പെട്ടെന്ന് തന്നെ അയാളുടെ ആരാധികയായി തീർന്നു. അയാളുടെ കുറ്റങ്ങളെയും കുറവുകളെയും ഒന്നും കുറിച്ച് അവൾ ചിന്തിച്ചതേയില്ല. തന്റെ വാക്ചാതുര്യത്തിൽ ആളുകൾ വീഴ്ത്തിയ ശോഭരാജ് പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ രക്ഷകനായി മാറി. സത്യത്തിൽ ഈ പ്രതിസന്ധികൾ അയാൾ തന്നെ ഉണ്ടാക്കിയവകളായിരുന്നു. ഉദാഹരണമായി യാനിക്, ജാക്വിസ് എന്നീ 2 ഫ്രഞ്ച് പോലീസുകാരുടെ പാസ്പോർട്ടുകൾ കാണാതെ പോയി. ശോഭരാജ് അത് വീണ്ടെടുക്കാൻ അവരെ സഹായിച്ചു. അത് മോഷ്ടിച്ചത് ശോഭരാജ് തന്നെയായിരുന്നു. മറ്റൊരവസരത്തിൽ ഡൊമിനിക് റെനലിയു എന്നൊരു ഫ്രഞ്ചുകാരന് ഡിസെൻട്രി പിടിപെട്ടപ്പോൾ ശോഭരാജ് അയാൾക്ക് പരിചരണം നൽകി രക്ഷിച്ചു. സത്യത്തിൽ അയാൾക്ക് വിഷം നൽകിയത് ശോഭരാജ് തന്നെയായിരുന്നു. ശോഭരാജിനോടുള്ള വീരാരാധന മൂലം അയാളോട് ഒത്തുചേർന്ന ഒരു യുവാവ് അജയ് ചൗധരിയായിരുന്നു. ക്രമേണ അയാൾ ശോഭരാജിന്റെ വലങ്കയായി മാറി. അജയ് കൂടെ കൂടിയതോടെ ശോഭരാജ് കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു. 1975 അവരുടെ ആദ്യ കൊലപാതകം അരങ്ങേറി. കൊലയ്ക്കിരയാവുന്നവരൊക്കെ ഇവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. ശോഭരാജിന്റെ കള്ളത്തരങ്ങൾ തുറന്നു കാട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരെയായിരുന്നു അയാൾ വകവരുത്തിയിരുന്നത്. ആദ്യത്തെ ഇര സിയറ്റിൽ നിന്നുമുള്ള തെരേസ നോൾട്ട എന്നൊരു തായ്ലൻഡുകാരിയായിരുന്നു. ശോഭരാജിന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടന്ന അവരുടെ ശവശരീരം ഒരു തടാകത്തിൽ കാണപ്പെട്ടു. അപ്പോൾ അവൾ പൂക്കളുള്ള ഒരു ബിക്കിനി, സ്നാനത്തിനും വെയിൽ കായാനും സ്ത്രീകൾ ധരിക്കുന്ന അല്പമാത്രമായ വസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത്. ഫോറൻസിക് തെളിവ് പ്രകാരം അവളുടെ മരണം ഒരു അപകടമല്ല, കൊലപാതകമാണെന്ന് തെളിഞ്ഞു. അടുത്ത ഇര ഒരു ജൂതനായ വിറ്റാലി ഹക്കിമായിരുന്നു. ശോഭരാജ് താമസിച്ചിരുന്ന പാട്ടിയ റിസോർട്ടിനടുത്തായി റോഡരികിൽ അയാളുടെ ശവശരീരം കിടക്കുന്നത് കാണായി. തുടർന്നുള്ള ഇരകൾ ഡച്ചുകാരായ 2 വിദ്യാർത്ഥികളായിരുന്നു. 29 വയസ്സുള്ള ഹെൻക് ബിൻഡൻജയും അയാളുടെ പ്രതിശ്രുത വധുവായ 25കാരി കോർമീലിയ ഹംകറും. ഹോങ്കോങ്ങിൽ വെച്ച് ശോഭരാജ് അവരെ പരിചയപ്പെട്ടതിനെ തുടർന്ന് തായ്ലൻഡിലേക്ക് ക്ഷണം കിട്ടി വന്നതാണവർ. മറ്റു പലരെയും എന്ന പോലെ ശോഭരാജ് അവരെയും വിഷം കൊടുത്തതിന് ശേഷം രക്ഷപ്പെടുത്തിയെന്ന് വരുത്തി തീർത്ത് വശത്താക്കിയതായിരുന്നു. അവരുടെ അവസ്ഥ ഭേദപ്പെട്ടതോടെ ശോഭരാജിന്റെ മുൻ ഇരയായ ഹക്കിമിന്റെ ഫ്രഞ്ച് ഗേൾഫ്രണ്ടായ ഷാർമെൻ കാരവ് അയാളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തുനിഞ്ഞിറങ്ങി. തന്റെ കാര്യമെല്ലാം പുറത്താവുമെന്ന് ഭയന്ന ശോഭരാജ് പെട്ടെന്ന് തന്നെ ഇവരെ ഇല്ലാതാക്കാൻ വ്യഗ്രത കാട്ടി. അവരുടെ ശവശരീരങ്ങൾ കഴുത്ത് ഞെരിച്ചിട്ട് കത്തിച്ച നിലയിൽ 1975 ഡിസംബർ 16 കാണാനായി. അധികം താമസിയാതെ കാരവിന്റെ ശവശരീരവും മുങ്ങിച്ചെത്ത നിലയിൽ കണ്ടുകിട്ടി. അവളും ധരിച്ചിരുന്നത് ഒരു ബിക്കിനി മാത്രമാണ്. ഏതായാലും ശവങ്ങൾ കണ്ടുകിട്ടിയപ്പോഴേക്കും ശോഭരാജും ലെക്ലർക്കും നേപ്പാളിലെത്തിയിരുന്നു. മരണപ്പെട്ടവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചായിരുന്നു ആ യാത്ര. അവിടെ എത്തിയ ശേഷം 26കാരനും കനേഡിയക്കാരനുമായ ലോറന്റ് ഓർമണ്ട് കാരി, 29കാരനും കാലിഫോർണിയക്കാരനുമായ കോണി ബ്രൗൺസിച്ച് എന്നിവരെ ഡിസംബർ 21, 22 തീയതികളിൽ ശോഭരാജ് കൊന്നു. പിന്നീട് കൂട്ടാളിയോടൊത്ത് ശോഭരാജ് ഇരകളുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് തായ്ലൻഡിലേക്ക് മടങ്ങി. ഈ കൊലകളിലെല്ലാം തന്നെ സംശയിക്കുന്നുണ്ടെന്ന് തോന്നിയതിനാൽ ശോഭരാജ് കൽക്കട്ടയിലേക്ക് മടങ്ങി. അവിടെത്തി ഇസ്രയേലി പണ്ഡിതനായ അവോണി ജേക്കബിനെ കൊല ചെയ്തു. അയാളുടെ പാസ്പോർട്ട് കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഈ കൊലപാതകം നടത്തിയത്. അതുപയോഗിച്ച് സിംഗപ്പൂരിലേക്കും ഇന്ത്യയിലേക്കും പലതവണ യാത്ര ചെയ്ത ശോഭരാജിനെ 1976 മാർച്ചിൽ ബാങ്കോങ്ങിൽ വെച്ച് പോലീസ് പിടികൂടിയെങ്കിലും ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഭയന്ന പോലീസ് വിട്ടയച്ചു. തുടർന്ന് ഇരുവരും മലേഷ്യയിലേക്ക് കടന്നു കളഞ്ഞു. അവിടെ വെച്ച് രത്നങ്ങൾ മോഷ്ടിക്കാൻ പോയ ചൗധരിയെ പിന്നീട് ഒരിക്കലും കാണാനായിട്ടില്ല. ശോഭരാജ് തന്നെ തന്റെ സുഹൃത്തിനെ വകവരുത്തിയിരിക്കാമെന്നാണ്
അനുമാനിക്കുന്നത്. പിന്നീട് ഏഷ്യയിലേക്ക് മടങ്ങിയ ശോഭരാജ് മുംബൈയിൽ വെച്ച് ബാർബറ സ്മിത്ത്, മേരി അനീഥർ എന്നീ സ്ത്രീകളുമായി ചങ്ങാത്തത്തിലായി. ഇതിനിടയിൽ ശോഭരാജ് ഒരു ഫ്രഞ്ചുകാരനായ ജീൻ ലക് സോളമൻ എന്നയാളെ വിഷം കൊടുത്തു കൊന്നു. 1976 ജൂലൈയിൽ ഫ്രഞ്ചുകാരായ ഒരുപറ്റം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളെ ഗൈഡ് എന്ന നിലയിൽ അടുത്തുകൂടി ശോഭരാജ് വിഷം കൊടുത്തു മയക്കി. എന്നാൽ അയാൾ വിചാരിച്ചതിൽ നേരത്തെ തന്നെ വിഷം പ്രവർത്തിച്ചു തുടങ്ങിയതിനാൽ വിദ്യാർത്ഥികൾ മയങ്ങി വീണു. 3 പേർക്ക് ശോഭരാജ് എന്താണ് ചെയ്തതെന്ന് മനസ്സിലായി. അവർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി ചോദ്യം ചെയ്തപ്പോൾ കൂട്ടാളികളായ സ്ത്രീകൾ കുറ്റമേറ്റു പറഞ്ഞു. ശോഭരാജിനെയും കൂട്ടാളികളായ സ്ത്രീകളെയും കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലെ തിഹാർ ജയിലിൽ അടച്ചു. സ്ത്രീകൾക്ക് ജയിലിലെ ജീവിതം നരകതുല്യമായിരുന്നു. എന്നാൽ രത്നങ്ങൾ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച് ജയിലിലേക്ക് കടന്ന ശോഭരാജ് ജയിൽ അധികൃതർക്ക് വേണ്ട പണം നൽകി സുഖമായി ജയിലിൽ കഴിഞ്ഞു. തന്റെ വിശ്വസ്തനായ സഹോദരൻ ആൻഡ്രൂ, പ്രഗത്ഭരായ അഭിഭാഷകർ എന്നിവരുടെയൊക്കെ സഹായത്തോടെ ശോഭരാജ് പ്രതീക്ഷിച്ച വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് 12 കൊല്ലത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായി. ഫ്രഞ്ചുകാരായ വിദ്യാർത്ഥികൾക്ക് വിഷം നൽകിയത് ലെക്ലർക്ക് ആണെന്ന് തെളിഞ്ഞതിനാൽ അവൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു. എന്നാൽ പരോളിൽ ഇറങ്ങി കാനഡയിലേക്ക് പോയ അവൾക്ക് ഒവേറിയൻ ക്യാൻസർ പിടിപെട്ടതിനാൽ 1984 ഏപ്രിലിൽ അവൾ മരണമടഞ്ഞു. മരിക്കും വരെയും ശോഭരാജിനോട് കൂറു പുലർത്തിയിരുന്ന അവൾ താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തീഹാർ ജയിലിൽ ശോഭരാജ് ആർഭാടപൂർണമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ജയിലർമാർക്കെല്ലാം പണം വാരിക്കോരി കൊടുത്ത് സ്വാധീനിച്ച് അയാൾ ജയിലിൽ വെച്ച് പത്രക്കാർക്കും ടിവിക്കാർക്കും അഭിമുഖങ്ങളും നൽകിക്കൊണ്ടിരുന്നു. എന്ന് തന്നെയല്ല, 1986 മാർച്ചിൽ ജയിലിലെത്തി 10 വർഷമായപ്പോൾ അധികൃതർക്ക് ഒരിക്കലൊരു പാർട്ടി നൽകിയ ശോഭരാജ് അവരെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ജയിലിൽ നിന്ന് പുറത്തുചാടി. തുടർന്ന് ഗോവയിലേക്ക് കടന്ന ശോഭരാജിനെ മുംബൈ പോലീസിലെ മധുകർ സെന്റെ കണ്ടുപിടിച്ച് ജയിലിലടച്ചു. അതോടെ ജയിൽവാസം 10 വർഷം കൂടെ നീണ്ടു. എന്നാൽ 1997 ഫെബ്രുവരി 17 തന്റെ 52ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശോഭരാജ് ഫ്രാൻസിലേക്ക് പോയി. 2003 സെപ്റ്റംബർ 17 ശോഭരാജിനെ ഒരു പത്രപ്രവർത്തകൻ കാഠ്മണ്ഡുവിൽ വെച്ച് കണ്ടുമുട്ടി. അയാൾ ഉടനെ പോലീസിൽ വിവരമറിയിച്ചു. യാക്ക ആൻഡ് യതി ഹോട്ടലിൽ വെച്ച് 2 ദിവസത്തിനകം ശോഭരാജിനെ അറസ്റ്റ് ചെയ്തു. 2004 ഓഗസ്റ്റ് 20 1975 ബ്രോൺസിച്ച് കാരിയെ കൊല ചെയ്ത കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കാഠ്മണ്ഡു ഡിസ്ട്രിക്ട് കോർട്ട് ജയിലിലടച്ചു. വിചാരണ കൂടാതെയാണ് തന്നെ ജയിലിലടച്ചതെന്ന് ശോഭരാജ് വാദിച്ചു. എന്നാൽ പത്താൻ കോടതി 2005 ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് പലതരത്തിലുള്ള അടവുകളും പ്രയോഗിച്ചു നോക്കിയെങ്കിലും നേപ്പാളി സുപ്രീം കോടതിയും 2010 ജൂലൈ 30 ശോഭരാജിന്റെ ശിക്ഷ ശരിവെക്കുക തന്നെ ചെയ്തു. ശോഭരാജിനെ പ്രതീക്ഷിച്ച് മറ്റനേകം കേസുകളും വിവിധ രാജ്യങ്ങളിലായി കിടപ്പുണ്ട്. ശോഭരാജിനെ കുറിച്ച് മലയാളത്തിൽ ഉൾപ്പെടെ പല സിനിമകളും ഉണ്ടായിട്ടുണ്ട്.